അതുപോലെ തന്നെ തിരുവനന്തപുരം സെൻട്രലിലും തർക്കമുണ്ട്. സെൻട്രലിൽ വി സുരേന്ദ്രൻപിള്ളയ്ക്കായി രണ്ട് മുന്നണികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. CPM-ഉം BJP-യും സുരേന്ദ്രൻപിള്ളയെ സ്ഥാനാർത്ഥിയാക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആന്റണി രാജുവിന്റെ അനുമതി കിട്ടിയാൽ സുരേന്ദ്രൻപിള്ള LDF-ന്റെ സ്ഥാനാർത്ഥിയാകും. RJD നേതാവായ സുരേന്ദ്രൻപിള്ള പാർട്ടി വിട്ടു. അപ്പോൾ ആ 3 സീറ്റിൽ മത്സരിക്കാതെ നമുക്ക് പുറത്തു നിന്ന് പിന്തുണ കൊടുക്കണമെന്നുള്ള തീരുമാനം പാർട്ടി പൂർണ്ണമായിട്ട് അംഗീകരിക്കാതിരിക്കുകയും പാർട്ടി പ്രസിഡന്റ് ഇന്നലെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ 3 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 3 സീറ്റിൽ നമ്മൾ അംഗീകരിച്ചു എന്നാണ്. അത് ഞങ്ങളെ സംബന്ധിച്ച് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ആ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ജില്ലയിൽ ഭൂരിഭാഗം ആളുകൾ തൽസ്ഥാനങ്ങൾ ഇപ്പോൾ ഏതെല്ലാം സ്ഥാനങ്ങളിരിക്കുന്നോ ആ സ്ഥാനങ്ങളെല്ലാം രാജിവെക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല പാർട്ടി. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങളിപ്പോൾ റിസൈൻ ചെയ്ത് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരിക്കുന്നത്. മത്സരരംഗത്ത് ഇനി 23-ാം തീയതി വരെ ദിവസമുണ്ടല്ലോ. എപ്പോൾ വേണമെങ്കിലും നമുക്ക് നോമിനേഷൻ കൊടുക്കാൻ പറ്റുമല്ലോ. 23-ാം തീയതിക്കകത്ത് നോമിനേഷൻ കൊടുത്താൽ മതിയല്ലോ. അതിപ്പോൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊരു 100% ഷുവർട്ടി പറയാൻ കഴിയുന്നില്ല. രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്ന മുറയ്ക്ക് അക്കാര്യത്തിൽ ഞങ്ങളെല്ലാം കൂടെ ഭാവി പരിപാടികൾ ആലോചിച്ചിട്ട് തീരുമാനിക്കും. സുരേന്ദ്രൻപിള്ളയ്ക്കായി രണ്ട് മുന്നണികളുടെയും ഓഫറാണ് തിരുവനന്തപുരം സെൻട്രലിൽ ഉള്ളത്. CPM-ഉം BJP-യും സുരേന്ദ്രൻപിള്ളയ്ക്കായി വല വിരിച്ചു കഴിഞ്ഞു. അതേസമയം എങ്ങോട്ടാണ് പോകുന്നതെന്ന് സുരേന്ദ്രൻപിള്ള വ്യക്തമാക്കിയിട്ടില്ല. VV അരുൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, പാർട്ടി മാറുന്നതും മുന്നണി മാറുന്നതും സുരേന്ദ്രൻപിള്ളയ്ക്ക് പുതുമയുള്ള കാര്യമല്ല. മുമ്പ് മന്ത്രിയാകുവാനും ഇത് അദ്ദേഹത്തെ സഹായിച്ചതാണ്. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ സാധ്യതയുള്ളത്? പഴയ രീതിയിൽ LDF-ൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ള രീതിയിലാണെങ്കിൽ അദ്ദേഹം LDF സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വരുവാനല്ലേ സാധ്യത കൂടുതലുള്ളത്? മഞ്ജുഷ, തിരുവനന്തപുരം ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 13ഇടത്തും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടും സിറ്റിംഗ് സീറ്റ് തിരുവനന്തപുരം സെൻട്രലിൽ ഇതുവരെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ ഗതികേടിലാണ് ഇടതുമുന്നണി. ആന്റണി രാജുവിൻ്റെ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ സീറ്റാണത്. ആന്റണി രാജുവിന് മത്സരിക്കാൻ കഴിയില്ല. പകരം ആളെ CPM നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ആന്റണി രാജു മുന്നോട്ട് വെച്ച പേരുകളൊന്നും CPM അംഗീകരിച്ചില്ല. ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തി അടുത്ത തവണ വീണ്ടും മത്സരിക്കാനൊരു വഴിയിടുകയാണ് ആന്റണി രാജു എന്ന വിലയിരുത്തലാണ് CPM-നുള്ളത്. കടുത്ത പ്രതിഷേധമുണ്ട് CPM-ന്റെ ജില്ലാ നേതൃത്വത്തിനടക്കം ആന്റണി രാജുവിനോട്. പക്ഷേ മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ തീരുമാനമെടുത്തിരിക്കുന്ന ഒരു ഘടകകക്ഷിയുടെ സീറ്റ് ഏറ്റെടുക്കേണ്ട നിലപാടാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് CPM ഏറ്റെടുക്കാത്തത്. അതിൽ കടുത്ത അതിർത്തി ജില്ലാ ഘടകത്തിന് അടക്കമുണ്ട്. പക്ഷേ ആന്റണി രാജു ദൂരം തീരുമാനം അറിയിക്കുന്നില്ല. ഇന്ന് വൈകിട്ട് 3 മണിക്ക് അവരുടെ യോഗം കോട്ടയത്ത് ചേരുന്നുണ്ട്. അതിനുശേഷം തീരുമാനമെന്നാണ് പറയുന്നത്. ചില ഒരു വഴി CPM തന്നെ മുന്നോട്ട് വച്ചത് സുരേന്ദ്രൻപിള്ളയെ മത്സരിപ്പിക്കൂ. 2006 ഇവിടെ വെസ്റ്റ് ആയിരുന്ന സമയത്ത് MLA ആയിരുന്ന ആളാണ്, മന്ത്രിയായ ആളാണ്. അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കാമെന്നൊരു നിർദ്ദേശം CPM മുന്നോട്ട് വെച്ചു. അതിനോടും ആന്റണി രാജു അടുക്കാത്ത സമീപനമാണ് സ്വീകരിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി ഇതിൽ ഇടപെടുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഇടതുമുന്നണി നേതൃത്വത്തിന് പൊതുവിൽ ഉള്ളത്. മുഖ്യമന്ത്രി പറഞ്ഞ ആന്റണി രാജു അത് അനുസരിക്കുമെന്നൊരു പ്രതീക്ഷ. അല്ലെങ്കിൽ സുരേന്ദ്രൻപിള്ളയ്ക്ക് മുന്നിൽ മറ്റൊരു വഴി, RJD വിട്ട സുരേന്ദ്രൻപിള്ളയ്ക്ക് മുന്നിൽ മറ്റൊരു വഴി കൂടിയുണ്ട്. BJP-യും അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. BJP ഒരു CPM ഇടതുമുന്നണിയുടെ മുൻ മന്ത്രിയെ സെൻട്രലിൽ മത്സരിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് നേട്ടമായി മാറുമെന്ന പ്രതീക്ഷ BJP-ക്കും ഉണ്ട്. അതുകൊണ്ടാണ് BJP അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. രണ്ടുപേരോടും യെസോ നോയോ സുരേന്ദ്രൻപിള്ള പറഞ്ഞിട്ടില്ല. രണ്ട് സാധ്യതകളും സുരേന്ദ്രൻപിള്ള പരിശോധിക്കുകയാണ്. ആദ്യ പരിഗണന ഇടതുമുന്നണിക്കൊപ്പം ചേരാൻ തന്നെയാകും. പക്ഷേ ആന്റണി രാജുവിൻ്റെ കടും പിടുത്തം അവിടെ വലിയ വെല്ലുവിളിയായി നിൽക്കുകയാണ്. നമുക്കറിയാം 2006 ആന്റണി രാജുവിനെ മത്സരിക്കാൻ സീറ്റ് നൽകില്ല എന്ന് VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ് കടുത്ത നിലപാടത്തോടു കൂടിയാണ് സുരേന്ദ്രൻപിള്ളയ്ക്ക് നറുക്കു വീണത്. തിരുവനന്തപുരത്ത് നിന്ന് പുനലൂരിലേക്ക് പോയ 84 അദ്ദേഹം പുനലൂരിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റ് ജയിച്ചു വന്ന UDF ടിക്കറ്റ് ജയിച്ചു വന്ന ആളാണ്. പിന്നീട് 2006 അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫിനൊപ്പമായിരുന്നു. അവസാന മണിക്കൂറുകളിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ശരിയാകുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അദ്ദേഹം പുനലൂരിൽ നിന്ന് പാഞ്ഞെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും പിന്നീട് MLA ആവുകയും ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനൊടുവിൽ സംസ്ഥാന മന്ത്രിയായി മാറുകയും ചെയ്ത രാഷ്ട്രീയ ചരിത്രമുള്ള ആളാണ് സുരേന്ദ്രൻപിള്ള. ഇപ്പോഴും സുരേന്ദ്രൻപിള്ളയ്ക്ക് വേണ്ടി കാര്യങ്ങൾ കറങ്ങി നിൽക്കുകയാണ്. എങ്ങോട്ടേക്കാണ്, ഇടത്തേക്ക് തിരിയുമോ അല്ലെങ്കിൽ അദ്ദേഹം BJP-ക്ക് പോകുമോ എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്. തിരുവനന്തപുരം സെൻട്രലിൽ സസ്പെൻസ് ആണ്. LDF-ന്റെ സ്ഥാനാർത്ഥിയെയും BJP-യുടെ സ്ഥാനാർത്ഥിയെയും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. സുരേന്ദ്രൻപിള്ള എങ്ങോട്ട് ചായുമെന്നാണ് ഇനി അറിയുവാൻ ബാക്കിയുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.